2 ദിവസത്തെ ജോലികളെ ഒറ്റ ദിവസം കൊണ്ട് തീർത്തൊരു ദിവസമായിരുന്നു കേട്ടോ. കാരണം ഈ ഭയങ്കര ചൂടായിട്ട് ഒരു രക്ഷയില്ലാത്ത സമയമാണല്ലോ ഇപ്പോൾ. അപ്പോൾ അടുക്കളയിൽ അത്രയും സമയം നിൽക്കണത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് 2 ദിവസത്തേക്കുള്ള കറികൾ ഒരു ദിവസം തന്നെ വെച്ചിട്ട് എടുത്ത് പകർത്തി ആറ്റി ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ നല്ലൊരു മീൻ കറി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തോരൻ, പിന്നെ ഒരു മീൻ വറുത്തത്, ഇത്തിരി അവിയൽ, അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു മാങ്ങ, പിന്നെ ഒരു 10 ചുവന്നുള്ളി, ഒരു 5 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി എല്ലാം കൂടി ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു മുളക് പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത്, പിന്നെ ഒരു നുള്ള് മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കറിക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. കൈയൊന്നും പുകയുമില്ല, അത് കൂട്ടി തിരുമ്മുമ്പോൾ പിന്നെ ഒരു ടേസ്റ്റുമാണ്. അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. തലപ്പാലിൽ നിന്ന് ഒരു ഇത്തിരിയും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അത് അങ്ങോട്ട് തിരുമ്മി വയ്ക്കാം. നല്ല പോലെ തിരുമ്മി വയ്ക്കാം. അത് തിരുമ്മി വെച്ചും കൊണ്ട് ഞാൻ പിന്നെ 2ാം പാൽ അടിച്ചെടുക്കാൻ പോയി. അപ്പോൾ അത്രയും സമയം അവിടെ ഇരിക്കുമല്ലോ, ഉപ്പും പുളിയും ഇതും എരിവും ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചും കൊണ്ട് പോയത്. പക്ഷേ മാങ്ങ കണ്ടപ്പോൾ പുളി ഉണ്ടെന്ന് തോന്നിയിരുന്നെങ്കിലും പുളി ഒട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ കല്ലമാങ്ങ പോലെ കിടപ്പുണ്ടായിരുന്നു. ആ നേരം കൊണ്ട് 2ാം പാൽ അടിച്ചെടുത്ത് കൊണ്ടുവന്ന് ആവശ്യത്തിന് ചാറൊഴിച്ച് അത് അടുപ്പത്ത് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. തിളച്ച് വരട്ടെ, എന്നിട്ട് വേണം നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാൻ. ഇപ്പോൾ ചെറുതായിട്ട് തിള വന്നിട്ടുള്ളൂ. മാങ്ങ ആയതുകൊണ്ട് പിരിഞ്ഞു പോകണ്ടെന്ന് കരുതി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണ്ടായിരുന്നു. നല്ല പോലെ വെട്ടി തിളച്ച് കഴിഞ്ഞപ്പോൾ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് ഒരു കുഞ്ഞ് നെയ്മീൻ്റെ കുഞ്ഞുങ്ങളാണെന്ന് തോന്നണം കേട്ടോ മേടിച്ചത്. 3 എണ്ണം ഉണ്ടായിരുന്നു, തീരെ ചെറുതായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ അത് കുറച്ച് കറി വയ്ക്കാം, 3-4 കഷ്ണം വറക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചു. പുളി നോക്കിയപ്പോൾ പുളി കുറവുണ്ടായതുകൊണ്ട് കുറച്ച് ചൊറുക്കയും കൂടി ഒഴിച്ചു കൊടുത്ത്, പിന്നെ മീനൊക്കെ വെട്ടി തേച്ച് കഴുകി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെക്കാൻ ആവശ്യമായ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ 2 ദിവസത്തേക്ക് ഈ കറി ഇരുന്നോളും. നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ചിട്ട് വൈകുന്നേരം കഴിക്കാനുണ്ടെങ്കിൽ കഴിച്ചതിന് ശേഷം ബാക്കിയുള്ളത് നല്ല അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ല പോലെ തിളപ്പിച്ച് ഒരു കൊട്ടയിട്ട് അങ്ങോട്ട് മൂടി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസവും നമുക്ക് നല്ല കിടിലനായിട്ട് കിട്ടും. പിറ്റേ ദിവസം കഴിക്കുമ്പോൾ ഇന്നത്തേലും നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാം നല്ല ഉപ്പും പുളിയൊക്കെ പിടിച്ച് റെഡിയായി കിട്ടും. അപ്പോൾ അതവിടെ മൂടി വെച്ചിട്ടുണ്ട്. പിന്നെ വറക്കാനുള്ള മീൻ കഷ്ണങ്ങൾ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ മീൻ വറക്കൽ വളരെ ചുരുക്കമാണ്, എന്നാലും ഇന്നിപ്പോൾ ഞാൻ എന്തായാലും വറക്കാൻ പറഞ്ഞതുകൊണ്ട് വറുത്തിട്ടുണ്ട്. പിന്നെ ഒരു തോരൻ വെക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുകിട്ട് പൊട്ടിക്കുക. അതിലേക്ക് ഞാൻ ബീട്രൂട്ടാണ് തോരൻ വെക്കണത് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ അത്ര ചെറുതായിട്ടൊന്നും അരിഞ്ഞൊന്നും എടുത്തില്ല, എന്നാലും ചെറുതായെന്ന് പറയാം. അതുപോലെ അരിഞ്ഞെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. ആ സമയത്ത് നമ്മുടെ മീൻകറി നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പുറത്തടുപ്പിൽ കടുകും പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുമിച്ച് തന്നെ പടപടയെന്ന് ചെയ്തെടുക്കാൻ നോക്കുക. കാരണം ഈ ചൂട് കാരണം എത്രയും പെട്ടെന്ന് അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങി അത്രയും നല്ലതാണ്. അപ്പോൾ അതെല്ലാം കൂടി അതിലേക്ക് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഇലക്ഷൻ പ്രചാരണത്തിൻ്റെ അനൗൺസ്മെൻറ്റ് പോണതുകൊണ്ടേ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോവുകയാണ്. ഇപ്പോൾ അനൗൺസ്മെൻറ്റ് നമ്മുടെ വണ്ടിയിൽ ഇങ്ങനെ കെട്ടി പ്രചാരണം നടക്കണ്ടല്ലോ. അപ്പോൾ 2-3 ദിവസം കൂടി ഉണ്ടാവുള്ളൂ. 2 ദിവസം കൂടി ആയിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും ബീട്രൂട്ട് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക, ഇത്തിരി മഞ്ഞപ്പൊടിയും കൊണ്ട് ഇട്ട് കൊടുക്കുക, ഒന്ന് ഇളക്കി കൊടുക്കുക, അങ്ങോട്ട് അടച്ചു വയ്ക്കുക കേട്ടോ. ഇത്രേ ഉള്ളൂ എൻ്റെ ബീട്രൂട്ട് കറി. അല്ലാണ്ട് സെപ്പറേറ്റ് തോന്നണ പോലെയൊക്കെ ചെയ്യും കേട്ടോ. ചിലപ്പോൾ ഈ വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ ചതച്ചിട്ടിട്ട് അങ്ങനെയും ചെയ്തു. ഇപ്പം ഞാൻ സവാളയും പച്ചമുളകും ബീട്രൂട്ടും കൂടി അരിഞ്ഞിട്ട് ഈ മഞ്ഞപ്പൊടി ഇട്ട് ഉപ്പിട്ടാണ്ട് അടച്ചു വയ്ക്കുക. കുറച്ച് നേരം അടച്ചു വെച്ച് സിമ്മിൽ അങ്ങോട്ട് വെച്ച് കഴിയുമ്പോൾ തന്നെ അത് വെന്തോളും. എന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഏറ്റവും അവസാനം ഇറക്കണതിന് തൊട്ട് മുമ്പായിട്ട് നല്ലപോലെ ഇച്ചിരി തേങ്ങ ചിരണ്ടിയതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 2-3 മിനിറ്റ് ഒന്നും കൂടി അടച്ചു വയ്ക്കുക. നമ്മുടെ ബീട്രൂട്ട് തോരൻ റെഡി ആയിട്ടുണ്ട്. ഇവിടെ നല്ല ഇഷ്ടമുള്ളൊരു തോരനാണ്. അതുകൊണ്ട് വേറെ എപ്പോഴും എല്ലാവരും കഴിക്കുന്ന ഒരു തോരൻ ഉണ്ടാക്കുമ്പോഴായിരിക്കും അല്ലെങ്കിൽ കറി വയ്ക്കുമ്പോഴായിരിക്കുമല്ലോ നമുക്ക് പണിഭാരം കുറയണത്. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. ആ നേരം കൊണ്ട് മീനൊക്കെ നന്നായിട്ട് തിളച്ച് വറ്റി വന്നുണ്ട് അപ്പുറത്തടുപ്പത്ത്. അതിലേക്ക് തലപ്പാൽ ഒഴിച്ചു കൊടുക്കുക, ഉപ്പും പുളിയും നോക്കുക, പോരായ്ക ഉണ്ടെങ്കിൽ ഇച്ചിരി കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മീൻകറി സെറ്റായിട്ടുണ്ട്. മീൻകറിയൊക്കെ വെക്കുമ്പോൾ ഇച്ചിരി നേരത്തെ തന്നെ വെച്ച് വെക്കുകയാണെങ്കിൽ ഉണ്ണാൻ നേരമാകുമ്പോഴേക്കും നല്ല ടേസ്റ്റി കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് വെച്ച് വൈകുന്നേരം എടുക്കുകയാണെങ്കിലും എല്ലാം നല്ലപോലെ പിടിച്ച് നല്ല കുറുകിയ ചാറോടുകൂടി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻകറി സെറ്റായിട്ടുണ്ട്. ഞാൻ ഉപ്പും പുളിയൊക്കെ ഒന്നും കൂടി നോക്കി അത് പാകമാണ്. അപ്പോൾ ഒരിത്തിരി ഉള്ളിയും മുളക് പൊടിയും കറിവേപ്പിലയും കൂടി താളിച്ചിട്ടാണ് ചെയ്യണത് കേട്ടോ. അപ്പം ഞാനിതിലിപ്പോൾ ഉലുവയൊന്നും പൊട്ടിച്ചിടണില്ല. ജസ്റ്റ് ഉള്ളിയും
ഒരു നുള്ള് കറിവേപ്പില ഉണ്ടായിരുന്നു, അതും ഒരു നുള്ള് മുളക് പൊടിയും കൂടി ചേർത്ത് അതിലേക്ക് താളിച്ചിട്ട് അപ്പോൾ നമ്മുടെ മീൻകറി സെറ്റായിട്ടുണ്ട്. ബീട്രൂട്ട് തോരനും സെറ്റായിട്ടുണ്ട്. അതിനിടയ്ക്ക് രാവിലെ ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നു. അപ്പോൾ സാമ്പാറിന് കഷ്ണം അരിഞ്ഞപ്പോൾ കൂടിപ്പോയായിരുന്നു. അപ്പോൾ അത് ഒരവിയലുമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കാണിച്ചത് ഈ നമ്മുടെ ചൂടുകാലത്ത് കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു ജ്യൂസാണെന്ന് പറയാം. അതങ്ങോട്ട് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ. നമ്മൾ ഈ വിയർത്ത് നിൽക്കുന്ന സമയത്ത് ഈ ജ്യൂസ് കുടിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം തന്നെയാണ്. അതാണ് ഞാൻ ഒരു ഗ്ലാസ് കഴിച്ചത്. ഹസ്ബൻഡ് ഒരു ഗ്ലാസ് എടുത്തുകൊണ്ട് തന്നതാണ് കേട്ടോ. അതിനിടയ്ക്ക് കറി താളിക്കുന്നുണ്ട്. ബീട്രൂട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ അവിയൽ ഇത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സാമ്പാർ കഷ്ണം മേടിച്ചപ്പോൾ ഇത്തിരി കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് വെറുതെ അവിടെ വെച്ച് വീണ്ടും വാടിയിട്ട് എടുക്കണ്ടല്ലോ എന്ന് കരുതി അപ്പം തന്നെ ഉണ്ടാക്കിയെടുത്ത് എന്ന് ഞാൻ പറയണം. പക്ഷേ എനിക്ക് അവിയൽ കഴിക്കാനുള്ള ആഗ്രഹത്തിനാണ് ഞാൻ അവിയൽ ഉണ്ടാക്കിയത്. പറഞ്ഞപ്പോൾ ഇവിടെ അങ്ങനെ പറഞ്ഞപ്പോൾ അവിയൽ ഇവിടെ ആർക്കും അത്ര താല്പര്യമുള്ള കാര്യമല്ല. അപ്പോൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ സാമ്പാർ കഷ്ണം കൂടുതലുണ്ടായിരുന്നപ്പോൾ ഉണ്ടാക്കിയെന്നാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ് അവിയൽ. അപ്പോൾ അതും അതിനിടയ്ക്ക് റെഡിയായി. അതിന് ശേഷം ഞാൻ പിന്നെ നമുക്ക് മീൻ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതൊന്ന് വറുത്ത് വയ്ക്കാം. ഈ സമയം അതായത് 12 മണി ആ സമയമൊക്കെ ആകുമ്പോഴേക്കും വിയർത്ത് മുങ്ങും. കാരണം അതുമാതിരി ചൂടല്ലേ. പിന്നെ അതിനിടയ്ക്ക് തുണി വിരിക്കാനും അതിനും ഇതിനൊക്കെ ഇറങ്ങണ്ട. അപ്പം മീൻ അവിടെ വറക്കാനിട്ടിട്ട് ഞാൻ ഇതുപോലെ പൊട്ടുവെള്ളരി എടുത്തിട്ട് ഇങ്ങനെ ഉടച്ചുടച്ച് കൊടുക്കുകയാണ്. നല്ല ഐസിൻ്റെ കഷ്ണങ്ങളും ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല തണുത്തിരിക്കുകയായിരിക്കും. ഞാനൊരു 2 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ നല്ലോണം ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇവിടെ ഷുഗറൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ചേർക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കുടിക്കും. ഒരു 11:30-12 മണിയൊക്കെ ആകുമ്പോഴേക്കും മിക്ക ദിവസവും പൊട്ടുവെള്ളരി വാങ്ങും. അപ്പോൾ 2 ദിവസത്തേക്കൊക്കെ എടുക്കാമല്ലോ. അപ്പോൾ അതിനിടയ്ക്ക് ഇതെല്ലാം സെറ്റായി എല്ലാം റെഡി ആവണ നേരം കൊണ്ട് തന്നെ ഞാൻ ഇത്തിരി പിടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായി പറയണേ പിടി ഉണ്ടാക്കുന്നു. ഇവിടെ അങ്ങനത്തെ നാടൻ പലഹാരങ്ങളോടൊക്കെ ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ ഞാൻ 1 കപ്പ് വറുത്ത അരിപ്പൊടി, നമ്മൾ വീട്ടിൽ തന്നെ റേഷൻ കടയിൽ നിന്ന് പച്ചരി വാങ്ങിച്ചിട്ട് കഴുകി ഉണക്കി പൊടിപ്പിച്ച് എടുത്ത് വയ്ക്കുമല്ലോ വറുത്ത്, ആ പച്ചരിപ്പൊടിയാണ് 1 കപ്പാണ് എടുത്തത്. അതിലേക്ക് ഞാൻ ആദ്യം തന്നെ 1 കപ്പ് തന്നെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി നോക്കി വെള്ളത്തിൻ്റെ പരുവം നോക്കി ചേർക്കണം. അപ്പോൾ 1.25 കപ്പ് വെള്ളം എനിക്കിതിന് ആവശ്യം വന്ന്. പിന്നെ 1/4 കപ്പ് ശർക്കരപ്പാനിയും കൂടി ചേർത്തായിരുന്നു കേട്ടോ. എന്നിട്ടാണ് ഞാൻ പിടി ഉണ്ടാക്കിയെടുത്തത്. വെറുതെ നമ്മൾ പണ്ടത്തെ അമ്മമാരൊക്കെ ചെയ്യൂലേ, കഞ്ഞിപ്പിടി പോലെ പിള്ളേർക്കൊക്കെ കൊടുക്കാൻ പെട്ടെന്ന് ദഹിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കുമായിരുന്നില്ലേ പണ്ടൊക്കെ. അതിൽ തേങ്ങയൊന്നും ചേർക്കില്ല. കഞ്ഞി തിളച്ച് കഴിയുമ്പോൾ കഞ്ഞിയിലേക്ക് ഇതുപോലെ ഒരു അരിപ്പൊടി എടുത്തിട്ട് അരിപ്പൊടി എടുത്ത് ഇങ്ങനെ പിടിയാക്കിയിട്ട് ഇട്ട് കൊടുക്കും. അപ്പം ഞാനതിൻ്റെ ചൂടൊന്ന് തണിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് പിന്നെ അതിലേക്ക് ശർക്കരപ്പാനിയും ഇച്ചിരി തേങ്ങയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ശർക്കരപ്പാനി ഒഴിച്ചോളൂ കേട്ടോ. മധുരം ഇനി വേണ്ടല്ല, കൂടണ്ടല്ലോ എന്ന് കരുതിയിട്ട്. പിന്നെ വെള്ളം തിളപ്പിച്ച സമയത്ത് ഞാൻ അതിലേക്ക് ഉപ്പും കൂടി ഇട്ടാണ് തിളപ്പിച്ചത്. അതുകൊണ്ട് പിന്നെ സെപ്പറേറ്റ് ഉപ്പ് ഇടണമല്ലോ കേട്ടോ. അതിലേക്ക് പിന്നെ നമ്മുടെ തേങ്ങ ചിരണ്ടിയതും കൂടി ഇട്ടിട്ട് ഇനി നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കുക. ചെറിയ ചൂടോടുകൂടി കുഴയ്ക്കുക. അപ്പോൾ ആ തേങ്ങ ചിരണ്ടിയ പാത്രം ഞാൻ അവിടെ തന്നെ വെച്ചതാണ്. കാരണം നമുക്കിത് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് അങ്ങോട്ട് പിടിച്ച് വെക്കാമല്ലോ എന്ന് കരുതിയിട്ട്. ഇനിയിപ്പോൾ വേറെ പാത്രം എടുക്കണ്ട, അത് കഴുകിയും എടുക്കണ്ട, തേങ്ങ ചിരണ്ടിയത് തന്നെയല്ലേ. അപ്പോൾ അതും അവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചോറുണ്ണതിന് മുമ്പ് ഇപ്പോൾ 1 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതും കൂടി അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അലക്കിയിട്ട തുണി ഉണങ്ങിയത് എടുത്തിട്ട് കുളിയും കഴിഞ്ഞ് സമാധാനമായിട്ട് ചോറുണ്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമല്ലോ എന്ന് കരുതിയാണ് ഇങ്ങനെ ചെയ്യണത്. അല്ലെങ്കിൽ പിന്നെ 3 മണിക്ക് എഴുന്നേറ്റ് അപ്പോൾ എനിക്ക് ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ ഇതും കൂടി കഴിച്ച് വെച്ചാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. ഇതിവിടെ ചിലവാകണ ഒരു പലഹാരമാണ്. അപ്പം നേരെ ഒരു മധുരം ഉണ്ടായിരുന്നുള്ളൂ, തേങ്ങയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ. പക്ഷേ ഇതും പിറ്റേ ദിവസത്തേക്കും കൂടി ഉണ്ടായിരുന്നു. ഒരു 5-6 കഴിച്ചോളൂ. വൈകുന്നേരം 4 മണി ഒരു 4:30 ആയപ്പോട്ട് ചായയുടെ കൂടെ കഴിച്ച്. പിന്നെ അത്താഴം ആരും കഴിച്ചില്ല. വൈകുന്നേരം ആയപ്പോൾ ഞാൻ പിന്നെ കറികളൊക്കെ കുറച്ച് പകർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ആയപ്പോൾ മീൻ കറി ഒന്നും കൂടി തിളപ്പിച്ച്, ഞാൻ പറഞ്ഞില്ല 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് തിളപ്പിച്ചിട്ട് നല്ലപോലെ വറ്റിച്ച് പുറത്ത് തന്നെ വെച്ചേക്കും, ഫ്രിഡ്ജിലേക്കൊന്നും എടുത്ത് വയ്ക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പിടി ഉണ്ടാക്കി. പിന്നെ വെറുതെ പറ്റിക്കാൻ വേണ്ടി കോഴിക്കോട്ടയാണെന്ന് ചോദിക്കുമല്ലോ, ഇങ്ങനെ ഉരുണ്ടിരിക്കുമോ. ഉള്ളിൽ അതൊന്നും വെച്ചിട്ടില്ല, തേങ്ങയും പേരയൊന്നും വെച്ചിട്ടില്ലെങ്കിലും വെറുതെ 2-3 ഉണ്ട അതും ഉണ്ടാക്കി. അതും കൂടി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് അടപ്പത്ത് വെച്ചുകൊണ്ട് നമുക്ക് പോയി കുളിച്ച് ഡ്രസ്സൊക്കെ മാറി വരുമ്പോഴേക്കും ഇത് സെറ്റായിരിപ്പുണ്ടാവും. പിന്നെ ചോറുണ്ടിട്ട് നമുക്ക് വല്ലയിടത്തും ഇത്തിരി നേരം കിടന്ന് റെസ്റ്റ് എടുക്കുക. ഈ സമയമൊക്കെ ആകുമ്പോഴേക്കും പണിയെടുത്തെടുത്ത് ഒരു പരുവമാകും. എന്നാലും
അത്രയും നേരം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വലിയ പണിയൊന്നും ഉണ്ടാവില്ലല്ലോ. വൈകുന്നേരം ഒരു ചായ തിളപ്പിക്കലും ഒരു തുണി മടക്കിയൊക്കെ എടുത്ത് വയ്ക്കലും അങ്ങനെ പ്രാർത്ഥന അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോഴേക്കും വെള്ളം തിളച്ച് ഞാൻ ആദ്യം ഉണ്ടാക്കിയത് അങ്ങോട്ട് വെച്ചിട്ട് പിന്നെ ബാക്കിയുള്ളത് വെച്ചിട്ടാണ്. അപ്പോൾ അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പൊതുവേ പിന്നെ ഇഷ്ടമുള്ളൊരു പലഹാരം കൂടി ആകുമ്പോൾ നല്ലതാണ്. ഒരു കട്ടൻ ചായയുടെ കൂടെ നല്ല കോമ്പിനേഷനാണത്. അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഉണ്ടാക്കി ഞാനത് അടച്ചു വെച്ചുകൊണ്ട് പിന്നെ ഒരു ഇച്ചിരി പാത്രം കഴുകാണ്ടായി. പാത്രങ്ങളെല്ലാം ഞാൻ അപ്പം തന്നെ കഴുകിയെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത് നോക്കി അവിയലിൽ നിന്നും തോരനിൽ നിന്നും കുറേശ്ശെ എടുത്തിട്ട് ഞാൻ ചൂടാറാനായിട്ടൊരു കൊട്ടയിട്ട് മൂടി വയ്ക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ അടച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതിയല്ലോ. പിറ്റേ ദിവസം എടുത്ത് ഒന്ന് ചൂടാക്കിയാൽ മതി. അപ്പോൾ ഇന്നലെ ചെയ്തതാണ് ഇതൊക്കെ. അപ്പോൾ ഇന്നൊന്നും ചെയ്യണില്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ്. തയ്ക്കാനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക, വേറെ എന്തെങ്കിലും മടക്കി പറക്കാനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. ഈ ചൂടത്ത് നമുക്ക് എല്ലാവരും കൂടി, ഞാൻ എൻ്റെ കാര്യം ഉണ്ടോ പറയണത്, എല്ലാവരും കൂടി എനിക്ക് സാധിക്കില്ല. അപ്പോൾ പറ്റണ പോലെ എളുപ്പത്തിലൊക്കെ ചെയ്തെടുക്കാൻ പാകത്തില്ല. അപ്പം അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. ഒരാൾക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അത് ഞാൻ കാണിച്ചതേ ആ ബേസിൻ്റെ അടിയിൽ ഒരു ഓട്ടയുണ്ടായിരുന്നു. കുറേ നാളായിട്ടാണ് ആ ഓട്ടയുടെ അവിടെ ഞാൻ ക്യൂടെക്സ് തിക്കായിട്ട് ഇട്ട് വെച്ചേക്കാണ്. അപ്പം വെള്ളം ഒഴിച്ചാലൊന്നും അങ്ങനെ പോകില്ലല്ലോ. അത് ഞാൻ വെറുതെ ഒന്ന് കാണിച്ചു എന്നുള്ളൂ കേട്ടോ. കുറേ നാളായി അത് ഇട്ട് വെച്ചിട്ട്. അങ്ങനെ പോകുമൊന്നുമില്ല ക്യൂടെക്സ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ. അല്ലെങ്കിൽ വല്ല പെയിൻറ്റ് വെച്ചൊന്ന് തോണ്ടിക്കൊടുക്കേ എന്തുകൊണ്ടെങ്കിലും ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഏകദേശ പണികളൊക്കെ തീരാറായി. ഉണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാരൊന്ന് കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ പാത്രം കഴുകലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ അതായത് നമ്മുടെ കൗണ്ടർ ടേബിൾ ഉണ്ടല്ലോ, അതും സ്ലാബും ഗ്യാസ് അടുപ്പും ഒക്കെ ഒന്ന് തുടച്ച് നീറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പണികൾ ഏകദേശം കഴിഞ്ഞ് പിന്നെ ഒന്ന് സമാധാനമായിട്ട് വന്ന് ഊണ് കഴിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പോയി കുളിച്ച് ഡ്രസ്സ് മാറിയൊക്കെ വന്നിട്ട് ചോറെടുത്ത്. അപ്പോൾ ചോറ് വളരെ കുറച്ചെടുത്തിട്ട് എനിക്കിപ്പോൾ അവിയലൊക്കെ നല്ല ഇഷ്ടമുള്ള കറികളാണ്. അപ്പോൾ അവിയൽ കുറച്ച് അധികം എടുത്ത് പിന്നെ ഇച്ചിരി ബീട്രൂട്ട് തോരനെടുത്ത് ഒരു കഷ്ണം മീൻ വറുത്തതും എടുത്ത് പിന്നെ ഇത്തിരി മീൻ കറി എനിക്ക് ഉച്ചയ്ക്ക് വെച്ച് വൈകുന്നേരം കഴിക്കണതാണ് ഇഷ്ടം. എന്നാലും വേറെ ചാറ് കറിയൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് അത് തന്നെ എടുത്ത്. അപ്പോൾ ഒരു മീൻ വറുത്തത് എടുത്ത് അതിനു മുമ്പ് മോനും ഹസ്ബൻഡൊക്കെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ എല്ലാം കഴിഞ്ഞൊന്ന് ഒതുക്കി സമാധാനമായിട്ട് അപ്പോഴേക്കും നമ്മുടെ ഈ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചേക്കണ പിടിയും ഓഫ് ചെയ്യണമല്ലോ, അതൊക്കെ കൂടി കണക്കാക്കിയാണ് ഞാൻ ഊണ് കഴിക്കാൻ നിന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു ദിവസം. പിന്നെ ചോറും കറികളൊക്കെ നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. എനിക്ക് പൊതുവെ ഇഷ്ടമുള്ള കറികളാണ് ഈ അവിയൽ തോരനൊക്കെ. അപ്പോൾ പിന്നെ പച്ചക്കറിയാണുള്ളത്. അപ്പോൾ അങ്ങനെ കുശാലായിട്ട് ഊണ് കഴിച്ചു. നാളെ ഇത് തന്നെയായിരിക്കും കറി. ചിലപ്പോൾ ഒരു ചെമ്മീൻ വറുത്തത്, ഉണക്ക ചെമ്മീൻ വറുത്തത് എന്തെങ്കിലും കൂടെ കാണുമായിരിക്കും. ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. മീൻ വറുത്തതൊക്കെ ഇരിപ്പുണ്ട് ബാക്കി. പകർത്തിയൊക്കെ വെച്ച് അപ്പോഴേക്കും നമ്മുടെ പിടി വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം കേട്ടോ.